രജിത, എന്താണ് ചെയ്യാൻ പോകുന്നത് മുഖത്ത്? ഞാൻ ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് ഫേഷ്യലാണ്. ഓർഗാനിക് ഫേഷ്യൽ. ഓർഗാനിക് ഫേഷ്യൽ ആദ്യം തന്നെ മുഖത്ത് ഓർഗാനിക്കിൻ്റെ തന്നെ ഫേസ് വാഷ് ചെയ്യണം ആദ്യം. നോക്കാം. ഈ ഓർഗാനിക് ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ്? ഇത് കംപ്ലീറ്റ് ഓർഗാനിക്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൊത്തം ഓർഗാനിക്, പഞ്ചഗവ്യ. ഒട്ടും കെമിക്കൽ ഇല്ലാത്തത്. അത് ഏതുതരം സ്കിന്നിനും ചെയ്യാൻ പറ്റുന്ന ഫേഷ്യലാണ്. ഹാംഫുൾ അല്ലാതെ ചെയ്യാൻ അല്ല, ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റും. ഏത് സ്കിന്നിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആദ്യം ഫേസ് വാഷ്, അതിൻ്റെ തന്നെ ഫേസ് വാഷ്, ഓർഗാനിക് ഫേസ് വാഷ് ഇട്ട് നമ്മൾ മുഖം ക്ലീൻ ചെയ്തെടുക്കുക. ഓർഗാനിക് ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് മുഖത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്? പിമ്പിളിന് നല്ലത്. പിന്നെ ആൻറ്റി ഏജിനിങ് ആണ്. പിന്നെ കെമിക്കലിനെ കൊണ്ട് മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും റെമഡി ആയിട്ട് ഈ ഫേഷ്യൽ ചെയ്താൽ മതി. ചെയ്യാം. ഓക്കെ. അപ്പം മുഖത്ത് എന്തെങ്കിലും ആദ്യം മേക്കപ്പ് ചെയ്തതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ? ചെറിയ ഇറിറ്റേഷൻസ്, ചെറിയ കെമിക്കലിനെ കൊണ്ട് മാത്രമല്ല, നമ്മൾ ഏത് സെൻസിറ്റീവ് സ്കിന്നിന് നമ്മൾ പൊതുവേ എല്ലാ ബ്ലീച്ച് ഫേഷ്യൽ ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഓർഗാനിക് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ബ്ലീച്ച് ചെയ്യില്ല? ബ്ലീച്ച് ഉണ്ട്, പക്ഷേ ഓർഗാനിക്കിൽ തന്നെ ബ്ലീച്ച് ഉണ്ട്. അത് നമുക്ക് ദിവസം ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പിമ്പിൾസ് ഉള്ളവർക്ക് എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഓർഗാനിക് ബ്ലീച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് അപ്പോൾ ഓർഗാനിക് ബ്ലീച്ച് ചെയ്യുന്നത്? കെമിക്കലിനെ കൊണ്ടുള്ള പ്രോബ്ലമാണ് ഒന്നാമത്തത്. പിന്നെ ആൻറ്റി ഏജിങ്, പിന്നെ നമുക്ക് സൺ ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓർഗാനിക് ബ്ലീച്ച് സഹായിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു. ഒരു ലൈറ്റ് മസാജിങ് കൂടെ കിട്ടുന്നുണ്ടാവും അല്ലേ? കൊടുത്ത് ഡേട്ട്, പിന്നെ ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഒക്കെ ക്ലീൻ ചെയ്യും. ചെറിയൊരു മസാജ് കൊടുത്തുകൊണ്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലേ? ഏത് ഏജിലും ആർക്കും, ചെറിയ കുട്ടികൾക്കാണെങ്കിലും ടീനേജിലൊക്കെയുള്ള പ്രോബ്ലംസ് അധികവും പിമ്പിൾസിൻ്റെ പ്രോബ്ലം വന്നു തുടങ്ങുന്ന പ്രായത്തിലല്ലേ? അത് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ഓർഗാനിക് ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. മുഖം ക്ലീനായി കഴിഞ്ഞു. ഫേസ് വാഷ് കൊണ്ട് ക്ലീൻ ചെയ്തു. ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ക്ലീനായി. ഓർഗാനിക് ബ്ലീച്ച് നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോലും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്ലീച്ച് ചെയ്യാൻ പോകുന്നു. ഓർഗാനിക്കിൻ്റെ ബ്ലീച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് ചാർക്കോള്, പഞ്ചഗവ്യ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഒട്ടും തന്നെ കെമിക്കൽ ഇല്ല എന്നുള്ളതാണ്. നന്നായി മുഖത്ത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെക്കേണ്ടി വരുമോ? അത് കുറച്ച് അധികം സമയം വെക്കണം. കുറച്ച് മുഖത്തത് പാക്ക് പോലെ കുറച്ച് നേരം ഒന്ന് വെക്കേണ്ടതാണ്. 15 മിനിറ്റ് 20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ആ സമയം വരെ വെക്കുക. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തതിലും പഞ്ചഗവ്യം തന്നെയാണ് ഉപയോഗിച്ചത് അല്ലേ? ഇതിലും അത് തന്നെ മിക്സ് വരുന്നു. ഫേഷ്യൽ എല്ലാത്തിലും മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പഞ്ചഗവ്യമാണ്. ഇത് കുറച്ച് തരിതരിപ്പുണ്ടെന്ന് തോന്നുന്നു. അത്ര സ്മൂത്ത് അല്ല അല്ലേ? സ്മൂത്തല്ല. കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാം ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്യാം. സാധാരണ ബ്ലീച്ച് അങ്ങനെ ചെയ്യില്ലല്ലോ. പറ്റില്ല. പിന്നെ ചെറിയ ഒരു പുകച്ചിൽ പോലെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും മുഖത്ത്. നോർമലി നമ്മൾ കെമിക്കലിൻ്റെ ആണെങ്കിൽ ചെറുതായിട്ടൊരു പുകച്ചിലും ചെറിയൊരു ഇവിടെ ഒക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് സെൻസിറ്റീവ് സ്കിന്നിന് ആ ബ്ലീച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതാവുമ്പോൾ അപ്പോൾ ഹെയർസ് ഉണ്ടെങ്കിൽ ഹെയർസിൻ്റെ കളർ മാറുമോ? ചെറിയ ഇതിന് ഹെയർ കളർ ഒന്നും മാറുന്നില്ല. അത് ഇടയ്ക്ക് വേഗം ഡ്രൈ ആവും. പക്ഷേ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 15-20 മിനിറ്റ് വരെ ഇത് വെക്കുക. അപ്പോൾ 15 മിനിറ്റ്
കഴിഞ്ഞതിന് ശേഷം ഫുള്ളൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് മസാജ് ചെയ്ത് ബ്ലീച്ച് റിമൂവ് ചെയ്യുക. ശക്തി കൊടുക്കാതെ കാരണം ഒരു മസാജിങ് ആണ്. കുറച്ച് റഫായിട്ടുള്ള സ്ലൈറ്റായിട്ടൊരു മസാജ് കൊടുത്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ചെറിയ മസാജിങ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ മുഖത്തുനിന്നും ആ പാക്ക് റിമൂവ് ചെയ്യാൻ പോകുന്നു. ഇനി എടുക്കുന്നത് ഇതിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് നെയ്യാണ്. നെയ്യ് അതിൽ പഞ്ചഗവ്യ എല്ലാം കൂടുതൽ നെയ്യാണ്. ഇനി അടുത്തായി അപ്ലൈ ചെയ്യാൻ പോകുന്നത് നെയ്യാണ്. ഇതിൻ്റെ ക്രീം, അതായത് ഫേഷ്യലിൻ്റെ ക്രീം അതിൽ മെയിനായിട്ടുള്ളത് നെയ്യാണ് അല്ലേ? ഓയിലി സ്കിൻ ആകുമ്പോൾ സാധാരണ പിമ്പിളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടും എന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതില്ല. കാരണം ഇതിന് ശേഷം വരുന്നതൊക്കെ പിമ്പിൾസിനെയും എല്ലാത്തിനുള്ള ഒരു റെമഡി കൂടിയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് 5 മിനിറ്റ് മസാജ് ചെയ്യുക. ഇത് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യുക. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. ഇനി എന്താണ്? ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന ഇതിന് ഫേസ് പാക്ക്. എല്ലാ ഫേഷ്യലിനും ഫേസ് പാക്ക് അവസാനമാണ് ചെയ്യുക. ഇതിൽ ഫേസ് പാക്ക്, ഇനി സെക്കൻഡ് ഫേസ് പാക്ക്. ഓക്കെ, ഇനി നമ്മൾ ഫേസ് പാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ പൗഡർ വെള്ളത്തിൽ ചാലിച്ച ശേഷം മുഖത്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. പാക്ക് ഇടുമ്പോൾ ഇത് എന്താ പറയുക, സ്കിന്നിലേക്ക് ഓയിൽസ് ഒക്കെ ഇതിലേക്കൂടെ റിമൂവ് ആയി പോവുകയും ചെയ്യും. ചെറിയ തോതിലുള്ളൊരു മസാജിങ് ഇതിനും ആവശ്യമാണ്. ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഒരു മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം. ഇത് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഫേസ് പാക്ക് ഇട്ട് ശേഷം ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാൻ വെക്കുക. ഫേസ് പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് നന്നായി റിമൂവ് ചെയ്യാം. ലൈറ്റ് മസാജ് കൊടുത്ത് റിമൂവ് ചെയ്യാം. ഇനിയാണ് ഇതിൻ്റെ ശരിയായ മസാജിങ് വരുന്നത്. ക്ലെൻസിങ്ങും ഇത്ര നേരം ചെയ്ത മസാജൊക്കെ ചെറിയ ശരിക്കും ഫേഷ്യലിന് നമ്മൾ മസാജിങ് പറയുമല്ലോ, കൂടുതൽ മസാജിങ് ആണല്ലോ മറ്റുള്ള ഫേഷ്യലുകൾ. ശരിയായ മസാജിങ് ഇനിയാണ് വരാനിരിക്കുന്നത്. അങ്ങനെയാണ് ശരിയായ മസാജിങ്. മൂന്ന് 3:1 എന്ന റേഷ്യോയിൽ പോളിഷിംഗ് പൗഡറും ക്ലെൻസറും മിക്സ് ചെയ്തെടുക്കാൻ എടുത്തിരിക്കുന്നു. ഫേസിലെ പോളിഷാണ് നടക്കാൻ പോകുന്നത് അല്ലേ? ഇത് വെച്ച് ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. ഈ പോളിഷിംഗ് ക്ലെൻസർ ഉപയോഗിച്ച് 15 മിനിറ്റ് മസാജ് ചെയ്ത് പിന്നീട് റെസ്റ്റ് ചെയ്യണം. ഇതും തരിതരിപ്പ് പോലെയുണ്ടോ അതോ നല്ല പൗഡറാണ്? പോളിഷിംഗ് പൗഡർ, നല്ല ശരിയായ സ്മൂത്ത് പൗഡറാണ് അല്ലേ? താങ്കളുടെ ബ്യൂട്ടി പാർലറിൽ എങ്ങനെയാണ്, ഏത് തരം ഫേഷ്യലിനാണ് കൂടുതലായിട്ടും ആൾക്കാർ വരാറുള്ളത്? ഇപ്പോൾ ഓർഗാനിക് ഫേഷ്യൽ ഇപ്പോൾ കുറച്ച് പേര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ഫേഷ്യലാണോ അതോ ഹെയർ കട്ട്, എങ്ങനെയാണ്, ഏതാണ് കൂടുതലായിട്ട് ആൾക്കാർ അന്വേഷിച്ച് വരുന്നത്? ഈ ഫേഷ്യൽ അല്ലാതെ ഹെയർ കട്ട്, ത്രെഡിങ്, എല്ലാത്തിനും ഹെയർ ട്രീറ്റ്മെൻറ്റ്, സ്പാ ചെയ്യുന്ന അതുപോലെ അല്ലേ? ഓർഗാനിക് സ്പായുണ്ട്. ഓർഗാനിക് സ്പാ ഉണ്ട്. സ്പാ ശരിക്കും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു റെമഡിയാണ്. ഓർഗാനിക് സ്പാ ഡാൻഡ്രഫ്, ഹെയർ ലോസ് എല്ലാത്തിനും നല്ല. എനിക്കൊന്നും ഇപ്പോൾ ടീനേജിൻ്റെ ഇടയിലും എല്ലാവർക്കും വലിയൊരു പ്രശ്നമായി മാറുന്നൊരു സാധനം പിമ്പിൾസും ഡാൻഡ്രഫും ആണ്. അതന്നെ. ഒന്നാമത് നമ്മുടെ ഫുഡിൻ്റെ രീതിയിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ ഒരുപാട് കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ചേർത്ത് മുടിയും മുഖവും. 15 മിനിറ്റ് മസാജിങ് കൊടുത്തു. ഇനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് അത് സ്കിന്നിലേക്ക് നന്നായി ഇറങ്ങാൻ വേണ്ടി, സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം നമ്മൾ അനുവദിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി ഇത്
റിമൂവ് ചെയ്യാൻ പോകുന്നു. ഇത് ഇനി അവസാനം ആയി അല്ലേ നമ്മുടെ ഇതിനി ഫേഷ്യൽ നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഓർഗാനിക് ഫേഷ്യൽ പൂർത്തിയായി. നന്നായി ഒന്ന് കഴുകണം അല്ലേ മോളെ. അപ്പോൾ ക്ലെൻസറും പോളിഷിംഗ് പൗഡറും ഇട്ട് മസാജ് ചെയ്ത് അപ്പോൾ ഫിനിഷ് ആയി.